സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീക്കത്തിന് പിന്നിൽ ദുരൂഹതയെന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രക്ഷകർത്താക്കളുടെ പൗരത്വരേഖ ആവശ്യപ്പെടുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി സഭയിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംശയത്തിന്റെ നിഴലില്ലെന്നും വിമർശനം. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. 1987 ശേഷം ജനിച്ചവർ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൗരത്വ രേഖ കൂടി നൽകിയാലേ വോട്ടറാകൂ എന്ന SIRലെ നിബന്ധന നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ്. 2003 ശേഷം ജനിച്ചവർ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൗരത്വ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടറാവൂ എന്നും നിഷ്കർഷയുണ്ട്. പ്രജിത് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രജിത്ത്, ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ എതിർപ്പുമായി ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് കള്ളവോട്ടുകൾ തടയുക, ഒപ്പം അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ആളുകളെ വോട്ടെടുപ്പിൽ നിന്നും തടയുക തുടങ്ങിയ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ലക്ഷ്യങ്ങളാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നിലുള്ളത്. അതെന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നതാണ്. പക്ഷേ നിയമസഭയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. ചട്ടം 118 പ്രകാരം മുഖ്യമന്ത്രിയാണ് ഇന്ന് നിയമസഭയിൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. പ്രമേയത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒരേപോലെ തന്നെ അംഗീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നു. അവർ ചില പ്രമേയത്തിൽ ചില പുതുക്കലുകളൊക്കെ നിർദ്ദേശിച്ചു. ആ പുതുക്കലുകളൊക്കെ ആ ഭേദഗതികൾക്കൊക്കെ സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് പാസ്സാക്കിയാണ് ഈ പ്രമേയം ഇന്ന് നിയമസഭ പാസ്സാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നത് ഈ SIR എന്നുള്ളത് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നു. ബീഹാറിൽ SIR നടപ്പിലാക്കിയത് കൃത്യം യുക്തിരഹിതമായിട്ടാണ്. ആളുകളെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായത് യുക്തിരഹിതമായിട്ടാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ചില ആശങ്കകളോട് മാത്രമേ കാണാൻ കഴിയുന്നതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായി SIRന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും SIR കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പലവട്ടം വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ SIRമായി മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സവാദം സുപ്രീം കോടതി പോലെയുള്ള സംവിധാനങ്ങൾ ഉന്നയിക്കാത്തത് എന്നുള്ളതും ശ്രദ്ധേയമായി ഇരിക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ കേരളത്തിലെ SIRനെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഗൗതം, വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു കാരണവശാലും നടത്താൻ പാടുള്ളതല്ല, അത് വോട്ടവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന നിലയിലാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ തലത്തിൽ രംഗത്തെത്തിയിരുന്നു. കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ എതിർപ്പ് ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രജിത്താണ് നിയമസഭയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.